ഞാനേ ഒരു കഥ ചൊല്ലട്ടുമോ? ഈ പച്ചപ്പും ഹരിതാഭവുമായി നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ ജന്മനാട് കേട്ടോ. ഇതിനോട് ചേർന്ന് ഒരു ഓരം ചാരി ഒരു തോടും ഉണ്ട് കേട്ടോ. അന്ന് ഈ തോട് ഇത്രയൊന്നല്ല, കുറച്ചുകൂടി വീതിക്കാണ് ഒഴുകിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അലക്കും കുളിയും ഒക്കെ ഇവിടെ നിന്ന് കേട്ടോ. ഞങ്ങളുടെ മാത്രമല്ല, ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും. അങ്ങനെ ഒരു ദിവസം ഈ 5ാം ക്ലാസ് പഠിക്കണ ഞാനും 3ാം ക്ലാസ്സിൽ പഠിക്കണ എൻ്റെ ഉമ്മാനനിയത്തിൻ്റെ മോളും പാടെ ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് ഒരു ദിവസം ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. നല്ല വേനലായതുകൊണ്ട് തന്നെ വെള്ളം വറ്റി കിടക്കേനു. അപ്പൊ എൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഉദിച്ച ഒരു ഐഡിയ ആണ്. തൊട്ടപ്പുറത്ത് കുറച്ച് മാറിയിട്ട് ഒരു കോറിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു സ്ഥലമാണെങ്കിലും പക്ഷെ അവിടേക്ക് പോകുന്ന കുറച്ച് സ്ഥലം അധികം വെള്ളമൊക്കെ ഉണ്ടാവും. കോറിയിൽ നിന്ന് വരുന്ന വെള്ളവും ഒക്കെ ആയിട്ട് അവിടെ ഒരു അലക്കാൻ കല്ലൊക്കെ ആയിട്ട് നമുക്ക് അവിടുന്ന് അലക്കി കുളിച്ച് പോരാം എന്നുള്ള ഐഡിയയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെന്ന പാടന്നെ ഉള്ളടുത്ത് പറഞ്ഞു, വെള്ളത്തിൽ ചാടരുത്, വെള്ളം കുറച്ച് ആഴമുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഞാൻ അലക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് കുളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ. അലക്കൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇട്ട ഡ്രസ്സ് മാത്രമാണ് അലക്കാണ്ടാവുക. അങ്ങനെ ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവള് വെള്ളത്തിൽ എടുത്ത ഒരൊറ്റ ചാട്ടേനു. നീന്താൻ അറിയാത്ത ഓള് മുങ്ങി താന്ന് പോണത് ആ ഒരു ആയുള്ള സ്ഥലത്തേക്ക് നീങ്ങി നീങ്ങി പോവാണ് കേട്ടോ. ഇത് കണ്ട ഞാനാകെ പേടിച്ച് എൻ്റെ കയ്യിലുള്ള ഷോൾ ഇട്ട് കൊടുത്തു. പക്ഷെ ആ ഷോളൊന്നും ഓൾക്ക് പിടിച്ച് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എന്ത് ചെയ്യുന്ന അന്താളിച്ച് നിന്ന് ഞാൻ എന്തായാലും എടുത്തു ചാടാനുള്ള വിവേകമൊന്നും കാണിച്ചില്ല. കാരണം എനിക്ക് നല്ല പോലെ ബോധ്യമുണ്ടായിരുന്നു എനിക്ക് നീന്തൽ അറിയില്ല എന്നുള്ളത്. പിന്നെ തിരിഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു. അവിടെ കുറച്ചങ്ങോട്ട് പോയിട്ട് ഒരാൾ പശുവിനെ തീറ്റുന്നത് വരുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളടുത്ത് പോയി കാര്യം പറഞ്ഞു. ആൾ ഓടി വന്ന് വെള്ളത്തേക്ക് എടുത്ത് ചാടി ഓളെ രക്ഷിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ടായിന്. നിങ്ങൾ 2 കുട്ടികൾ മാത്രമായിട്ട് ഇങ്ങനെ വരാൻ പാടുണ്ടോ, ഉമ്മാരെ കൂടെ അല്ലാതെ വരാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ കിട്ടി. അങ്ങനെ കുളിയൊക്കെ മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴി അത്രയും ഞാൻ അവളടുത്ത് പറഞ്ഞു, നാളെ സ്കൂളിൽ പോകുമ്പോൾ അമ്പേസിന്റെ മിഠായി വാങ്ങിത്തരാം, ഈ നടന്ന സംഭവം ഒന്നും വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മാരുടെ അടുത്ത് പറയരുത്, എൻ്റെ അമ്മാരുടെ അടുത്തും പറയരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കുറേ ക്ലാസ് ഇട്ടെടുത്തെങ്കിലും വീട്ടിലെത്തണ പാടന്നെ എൻ്റെ അമ്പേസ് മിഠായിന്റെ ഓഫറൊക്കെ കാറ്റിൽ പറത്തി ഓൾ എൻ്റെ അമ്മാരുടെ അടുത്ത് നടന്ന സകല സംഗതികളും ഇങ്ങോട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ തല്ലി ശീലമില്ലാത്ത എൻ്റെ അമ്മാനേക്ക് തല്ല് കിട്ടിയില്ല എന്നുള്ളൂ. വെള്ളം നിറച്ചും പിറ്റേന്നൊക്കെ പാത്തക്കാനുള്ള ചീത്ത വെള്ളം നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് മുതൽ പിന്നെ ഇന്നേ വരെ എൻ്റെ അമ്മ എന്നെ തോട്ട് കൊച്ചക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായില്ല കേട്ടോ. അന്ന് പേടിച്ച ആ പേടിക്ക് എന്നും നീന്തലും പഠിച്ചിട്ടില്ല. വെള്ളം ആയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാനും എനിക്ക് പേടിയാണ് കേട്ടോ. ഈ ആയല്ലാത്ത സ്ഥലത്തിരുന്ന് കാല് വെള്ളം നനക്കാന്നല്ലാതെ ഒരു പരിപാടിയില്ല. അന്ന് അത്ര പേടിച്ച ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇന്നും അത് മറക്കാതെ എൻ്റെ മനസ്സിൽ കൊണ്ടെടുക്കണ ഒരു ഓർമ്മയാണ്.